ഫ്രീഡം ഫയൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിനായക ദാമോദർ സവർക്കറെ കുറിച്ചാണ്. 2003 ഫെബ്രുവരി മാസം 26 നമ്മുടെ പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ വി ഡി സവർക്കറുടെ ചിത്രം ഗവൺമെൻറ് സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധിയേക്കാളേറെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രാധാന്യമുള്ള ഒരു പോരാളി എന്ന നിലയിലാണ് സംഘപരിവാർ ശക്തികൾ എക്കാലത്തും വി ഡി സവർക്കറെ അവതരിപ്പിക്കാറുള്ളത്. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പെഴുതി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. മാപ്പെഴുതി കൊടുക്കുകയോ അതല്ലെങ്കിൽ ദയാഹർജി കൊടുത്തു, ഇത്തരം വിഷയങ്ങളൊക്കെ അക്കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ധാരാളം ആളുകൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു വലിയ നേതാവെന്ന നിലയിൽ, ഒരു വലിയ പ്രക്ഷോഭകാരി എന്ന നിലയിൽ വി ഡി സവർക്കറെ അനർഹനാക്കുന്ന മറ്റനേകം ഘടകങ്ങളുണ്ട്. ചരിത്രത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണ്? വസ്തുനിഷ്ഠമായി വി ഡി സവർക്കറെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. വി ഡി സവർക്കർ ഒരു വലിയ പോരാളിയായിരുന്നു എന്ന കാര്യം തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യൗവന കാലഘട്ടത്തിലെ ഒരു 10 വർഷക്കാലം അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന, വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങൾ അക്കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1899 മിത്രമേള എന്ന ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഗണേഷ് ദാമോദർ സവർക്കർ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ്. മറ്റനേകം ആളുകൾ അതിനോട് സഹകരിച്ചിരുന്നു. മിത്രമേള അക്കാലത്ത് മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് പലയിടത്തും രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. മിത്രമേള 904 ആ സംഘടനയെ അഭിനവ് ഭാരത് എന്ന പേരിൽ ഒരു പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. മിത്രമേളയുടെയും അഭിനവ് ഭാരത് സഭയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഭരണകൂടത്തെ പുറത്താക്കി ഒരു പുതിയ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ചെറുപ്പക്കാരെ വൻതോതിൽ ആവേശഭരിതമാക്കിയ പ്രവർത്തനങ്ങൾ അക്കാലത്ത് അവർ നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. ഇറ്റലിയിലെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന മസീനി വി ഡി സവർക്കറുടെ ആരാധ്യപുരുഷനായിരുന്നു. മസീനിയുടെ ജീവചരിത്രം അദ്ദേഹം പുസ്തകമായി രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വി ഡി സവർക്കർ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലും ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര രംഗത്ത് നിൽക്കുന്ന ആളുകളെ പ്രചോദിപ്പിക്കാൻ, ചെറുപ്പക്കാരെ ആവേശഭരിതമാക്കാൻ കഴിയത്തക്ക വിധത്തിൽ അദ്ദേഹം ആ രചന നിർവഹിച്ചിട്ടുള്ളതായി പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു മുസ്ലിം വിരുദ്ധനായ ഒരു വ്യക്തിയായിരുന്നില്ല അക്കാലത്ത് വി ഡി സവർക്കർ എന്ന് ആ പുസ്തകം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ എത്രമാത്രം ആവശ്യകതയായിരുന്നു എന്ന വിഷയം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 1906 വി ഡി സവർക്കർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുകയുണ്ടായി. അവിടെ വെച്ച് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന പേരിൽ അദ്ദേഹം ഒരു സംഘടന മറ്റു പലരോടൊപ്പം ചേർന്ന് രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയതിൻ്റെ ആഘോഷം നടത്തിയ വേളയിൽ അതിനെതിരെ ബദൽ സമ്മേളനം, ഇന്ത്യക്കാരുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് അക്കാലത്തെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന സമ്മേളനമൊക്കെ നടത്തിയ ആ വിധത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ്. സവർക്കർ രചിച്ച 1857 സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പുസ്തകം ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിക്കുകയും ആ പുസ്തകം അച്ചടിച്ചതിൻ്റെ പേരിൽ വി ഡി സവർക്കറുടെ സഹോദരൻ ഗണേഷ് ദാമോദർ സവർക്കറെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നാടുകടത്തുകയും ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ജീവപര്യന്തം തടവിന്, കഠിന തടവിന് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് അന്ന് ഈ വിധി നടപ്പാക്കിയ നാസിക് ജില്ലയിലെ കളക്ടറായിരുന്ന AMG ജാക്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആനന്ദ് ലക്ഷ്മൺ കൻഹരെ എന്ന് പറയുന്ന ഒരു യുവാവ് വെടിവെച്ചു കൊന്നത്. ആ കേസിൽ ആനന്ദ് ലക്ഷ്മൺ കൻഖരെ എന്ന് പറയുന്ന ആ യുവാവിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിക്കൊല്ലുകയുണ്ടായി. ഈ കേസുമായി നടത്തിയ അന്വേഷണത്തിൽ ഈ ജാക്സനെ വെടിവെച്ചു കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ 20 തോക്കുകളിൽ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വധം നടപ്പാക്കിയതെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കണ്ടെത്തി. അതിന് തൊട്ട് മുമ്പ് നടന്ന മറ്റൊരു പ്രധാന കഴ്സൺ വൈലി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ മദൻലാൽ ധിംഗ്ര എന്ന യുവാവിനെ തൂക്കിക്കൊല്ലുകയുണ്ടായി. കഴ്സൺ വൈലിയെ വെടിവെച്ചു കൊന്ന മദൻലാൽ ധിംഗ്ര വിനായക ദാമോദർ സവർക്കറുടെ വളരെ അടുത്ത അനുയായിയായിരുന്നു. ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ പല കൃതികളും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിലുണ്ടായിരുന്നു. ഈ പല വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വി ഡി സവർക്കറെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 1910 വരെയുള്ള ഈ കാലഘട്ടം, സവർക്കറുടെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനത്തെക്കുറിച്ച് ആ വിധത്തിലുള്ള വിമർശനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. സവർക്കർ ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു വീരോചിതമായ പ്രവർത്തനങ്ങളായിരുന്നു എന്ന കാര്യം ആർക്കും നിഷേധിക്കാനാവില്ല. 1910 ശേഷം സവർക്കറുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഒട്ടും ദേശസ്നേഹപരമായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനത്തിൻ്റെ ഉള്ളടക്കം. 1913 നവംബർ 14 സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്ത് ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കത്താണ്. ആ കത്തിൻ്റെ ഉള്ളടക്കം സത്യത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ അതിൻ്റെ ഉള്ളടക്കം വളരെ അപമാനകരമാണ്. ആ ജയിലിലടയ്ക്കപ്പെട്ട വി ഡി സവർക്കർ ചെന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ദുരിതങ്ങൾ, ഈ പീഡനങ്ങളുടെ മുന്നിൽ പകച്ചുപോയി എന്നതാണ് യാഥാർത്ഥ്യം.
1911 ജൂലൈ മാസത്തിൽ അദ്ദേഹം സെല്ലുലാർ ജയിലിലെത്തുന്നു. ആ വർഷം തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആദ്യത്തെ മാപ്പപേക്ഷ അദ്ദേഹം കൊടുക്കുന്നു. 2 ഇരട്ട ജീവപര്യന്തമാണ് അദ്ദേഹത്തിന് വിധിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ 50 വർഷക്കാലം തൻ്റെ ശേഷിച്ച ജീവിതം മുഴുവൻ ജയിലഴിക്കുള്ളിൽ ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന ഒരു ചിന്ത അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മാപ്പപേക്ഷയല്ല, അത് ദയാഹർജിയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. സവർക്കർ അനുകൂലികളായ ആളുകൾ, ധാരാളം ആളുകൾ ദയാഹർജി സമർപ്പിക്കാറുണ്ട്. ആ ആൻഡമാനിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന വളരെ ശ്രദ്ധേയനായ ഒരു വിപ്ലവകാരിയായിരുന്നു സച്ചീന്ദ്രനാഥ് സന്യാൽ. അദ്ദേഹം ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും ഒക്കെ അവരുടെ സീനിയറായ ഒരു വിപ്ലവകാരിയായിരുന്നു. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ദയാഹർജി സമർപ്പിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തെ ഗവൺമെന്റ് റിലീസ് ചെയ്ത് സെല്ലുലാർ ജയിലിൽ നിന്ന് പുറത്തു വന്ന സച്ചീന്ദ്രനാഥ് സന്യാൽ അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവ പ്രവർത്തനം വീണ്ടും ശക്തമായി തുടരുകയും വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സെല്ലുലാർ ജയിലിലേക്ക് തന്നെ അയക്കുകയും ചെയ്ത സംഭവമുണ്ട്. അങ്ങനെ ജയിലിലായിരിക്കെ അദ്ദേഹം ക്ഷയരോഗബാധിതനായി. അദ്ദേഹത്തെ ഇന്ത്യൻ ജയിലിലേക്ക് കൊണ്ടുപോയും ജയിലിൽ വെച്ച് അദ്ദേഹം മരണമടയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത്തരം പീഡനങ്ങളോട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ജയിലധികാരികളുടെ ക്രൂരമായ പീഡനമുറകളുടെ മുന്നിൽ പതറിപ്പോയവരല്ല എല്ലാവരും. ആയിരക്കണക്കിന് ആളുകൾ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഈ വിധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സാഷ്ടാംഗം കീഴടങ്ങിക്കൊണ്ട് മാപ്പപേക്ഷ നൽകിയ ആളുകൾ വളരെ അപൂർവമാണ്. അദ്ദേഹം 1913 നവംബർ 14 ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു മാപ്പപേക്ഷ നൽകുന്നുണ്ട്. അതിനെ ദയാഹർജി എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്രയേറെ ഗവൺമെന്റിനോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, അത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട്, എല്ലാ കാര്യത്തിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് എൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു കത്താണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ വായിക്കാം. ഇന്ന് ഇന്ത്യയുടെ നന്മയും മനുഷ്യത്വവും ഉള്ളിലുള്ള ഒരാളും മുൾപ്പാതകളിലേക്ക് അന്ധമായി എടുത്തു ചാടില്ല. ഇന്ന് ഇന്ത്യയുടെ നന്മയും മനുഷ്യത്വവുമുള്ള ഉള്ളിലുള്ള ഒരാളും മുൾപ്പാതയിലേക്ക് അന്ധമായി എടുത്തു ചാടില്ല. അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് ഇന്നാരും എടുത്തിയാടില്ല എന്നാണ് ആ വാക്കുകളിൽ ഉദ്ദേശിക്കുന്നത്. 1906-7 ആവേശോജ്വലവും അതേസമയം നിരാശാജനകവുമായ അക്കാലം ഞങ്ങളെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പാതയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനാൽ ഗവൺമെന്റ് അതിന്റെ ഉദാരതയാലും കരുണയാലും എന്നെ വിമോചിപ്പിക്കുകയാണെങ്കിൽ ഭരണഘടനാപരമായ പുരോഗതിയുടെയും ആ പുരോഗതിക്ക് കാരണമായ ഇംഗ്ലീഷ് ഗവൺമെന്റിനോടുള്ള വിധേയത്വത്തിന്റെയും ഏറ്റവും ശക്തനായ വക്താക്കളിൽ ഒരാളല്ലാതെ മറ്റാരും ആയിരിക്കില്ല ഞാൻ. ഏറ്റവുമേറെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് വിധേയത്വമുള്ള ഒരാളായിരിക്കും. 1906-7 കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ആ അവസ്ഥ മാറി. ഇന്ന് ഗവൺമെന്റ് വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. ഗവൺമെന്റിനോട് ഞങ്ങൾ വളരെ വിധേയത്വമുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, അതിലുപരിയായി ഭരണഘടനയ്ക്ക് വിധേയപ്പെടാനുള്ള എൻ്റെ മനംമാറ്റം എന്നെ മാർഗദർശിയായി കാണുന്ന ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി വഴിതെറ്റിയ ചെറുപ്പക്കാരെ മടക്കിക്കൊണ്ടുവരും. വഴിതെറ്റി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ മാതൃകയാക്കി, സവർക്കറെ മാതൃകയാക്കി വഴിതെറ്റി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയ അനേകം ചെറുപ്പക്കാരെ തിരിച്ച് ബ്രിട്ടീഷ് അനുകൂലികളാക്കി മടക്കിക്കൊണ്ടുവരുവാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും, എന്നെ സ്വതന്ത്രനാക്കിയാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതനുസരിച്ച് ഏതു തരത്തിൽ സേവിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ മനംമാറ്റം പരിപൂർണമാണ്. ഭാവിയിൽ എൻ്റെ പെരുമാറ്റവും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ ജയിലിൽ തന്നെ പിടിച്ചിടുന്ന അവസ്ഥയെ മറ്റേതവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഞങ്ങളുടെ തമ്പുരാന് ദയാനിർഭരനായിരിക്കാൻ കഴിവുണ്ടായിരിക്കെ മുടിയനായ പുത്രൻ ഗവൺമെന്റിന്റെ രക്ഷകർത്തൃത്വത്തിന്റെ വാതിലിലേക്കല്ലാതെ മറ്റെങ്ങോട്ടേക്കാണ് മടങ്ങുക? ബഹുമാന്യനായ അങ്ങ് ഇക്കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു മുടിയനായ പുത്രൻ എന്നൊരു പ്രയോഗമുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിനോടാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നയിക്കുന്ന സായിപ്പന്മാരൊക്കെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളുടെ ബൈബിൾ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ കർഷകനായ പിതാവ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കിയ കഥയുണ്ട്. വഴിതെറ്റിപ്പോയവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവരെ സ്വീകരിക്കാനുള്ള ആ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള ആ വിശാല മനസ്സ്, സായിപ്പിന്റെ മതവിശ്വാസത്തെ ഒന്ന് തൊട്ട് ഉണർത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനുകമ്പ സൃഷ്ടിച്ച് ഈ വിധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിതാവിന്റെ പിതൃവാതായനങ്ങളിലേക്കല്ലാതെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിലല്ലാതെ രക്ഷകർത്തൃത്വത്തിലേക്ക് എന്നാണ് പറയുന്നത്. പിതാവിനോടാണ് ഉപമിക്കുന്നത്. അങ്ങനെ സ്വന്തം പിതാവിന്റെ സ്ഥാനത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ആ വിധത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട്, രക്ഷകർത്താവ് എന്ന നിലയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ആ പദപ്രയോഗം എത്രമാത്രം അദ്ദേഹം വിധേയനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 1921 അദ്ദേഹം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. 9 വർഷവും 8 മാസവും അദ്ദേഹം സെല്ലുലാർ ജയിലിൽ കഴിയുന്നുണ്ട്. 1921 അദ്ദേഹം ജയിൽ മോചിതനാകുന്നു. ഈ 21-22 കാലയളവിൽ ജയിലിനുള്ളിൽ ഇരുന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. ഹിന്ദുത്വ എന്ന പേരിൽ അറിയപ്പെടുന്നു.
യഥാർത്ഥത്തിൽ ഈ പുസ്തക രചനയിലൂടെ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്ത മാപ്പപേക്ഷയിൽ കൊടുത്ത വാഗ്ദാനം പാലിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനം 1921 ശേഷമുള്ള വി ഡി സവർക്കറുടെ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് വിധേയത്വത്തോടു കൂടി ഞാൻ വരുന്ന നാളുകളിൽ പ്രവർത്തിച്ചോളാം എന്ന് നമ്മൾ പറയുമ്പോൾ അക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റവും ഏറെ ആഗ്രഹിച്ചിരുന്നത് എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റവും ഏറെ ആഗ്രഹിച്ചിരുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആ പോളിസി, വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പോളിസിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പര വിരുദ്ധ രണ്ട് ശത്രു ശക്തികളാക്കി നിർത്തിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ നമുക്കറിയാം. ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആ താല്പര്യം 1900 ആദ്യ ദശകങ്ങളിൽ തന്നെ ബംഗാൾ വിഭജനത്തിന്റെ സമയത്തായാലും അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലുമൊക്കെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കൾ, മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ചാണ് നിരത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ 1857 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വി ഡി സവർക്കർ രചിച്ച ആ പുസ്തകത്തിൽ പോലും അദ്ദേഹം തന്നെ പറയുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിന്റെ പ്രാധാന്യം, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യത്തെയാണ് ആഗ്രഹിക്കുന്നത്. ജാതി മതങ്ങൾക്ക് അതീതമായി ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് നന്നായി ബോധ്യമുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റും ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുക എന്ന വലിയ രാഷ്ട്രീയ കൗശലം, ആ തന്ത്രത്തിന് ഏറ്റവും യോജിക്കുന്ന ഒരു വിഷവിത്ത് ഇന്ത്യയുടെ മണ്ണിൽ പാകുകയാണ് ഹിന്ദുത്വ എന്ന രചനയിലൂടെ വി ഡി സവർക്കർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ പുസ്തകം രചിച്ചത് ജയിലിനുള്ളിൽ ഇരുന്ന് മറ്റൊരു പേരിൽ, ഒരു മറാത്ത എന്ന പേരിലാണ് ആ പുസ്തകം രചിക്കുന്നത്. ശ്രദ്ധേയമായ ഒരു വിഷയം, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കൃതി നിരോധിക്കുന്നില്ല എന്നതാണ്. വി ഡി സവർക്കർ ആണോ ഇനി മറ്റാരെങ്കിലും, ഇതാരാണ് യഥാർത്ഥത്തിൽ രചിച്ചതെന്ന് ഒരു മറാത്ത എന്ന പേരിൽ അച്ചടിച്ചു വെച്ചു എന്നതുകൊണ്ട് ഗവൺമെന്റ് അത് അങ്ങനെ വിശ്വസിക്കില്ലല്ലോ. യഥാർത്ഥത്തിലുള്ള എഴുത്തുകാരൻ്റെ പേര് പറയാതെ ഒരു പുസ്തകം അച്ചടിച്ച് ഇറക്കുമ്പോൾ തീർച്ചയായും അത് ആര് എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്വേഷിക്കും. അപ്പോൾ ഒരു മറാഠ എന്ന് പറയുമ്പോൾ ഏതാണ് ആ വ്യക്തി എന്ന് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഹിന്ദുത്വ എന്ന പുസ്തകം ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നില്ല, അത് നിരോധിക്കേണ്ടതെന്നായിരുന്നില്ല. നേരെ മറിച്ച് ഗവൺമെന്റിന് വളരെ ആശ്വാസം നൽകുന്ന, പ്രയോജനം നൽകുന്ന ഒരു കൃതിയായി അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം. എന്താണ് ഹിന്ദുത്വ എന്ന കൃതിയുടെ ഉള്ളടക്കം? ഹിന്ദുത്വ എന്ന കൃതി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വിപ്ലവകാരിയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുമായി മുൻനിർത്തിയല്ല അവതരിപ്പിക്കുന്നത്. അത്തരം ഒരു കാര്യങ്ങളും ആ കൃതിയിൽ ചർച്ച ചെയ്യുന്നില്ല. ആ കൃതി അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അവകാശമാർക്ക് എന്ന വിഷയമാണ്. ഇന്ത്യ എന്ന ഈ ഉപഭൂഖണ്ഡം ഈ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് സിദ്ധാന്തിക്കുന്ന, എന്ന് വ്യാഖ്യാനിക്കുന്ന, എന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള മറ്റ് മതസ്ഥർ ഈ രാജ്യത്തിന് അവകാശപ്പെട്ടവരല്ല. ഈ രാജ്യത്തിന് അവകാശം ഉള്ള ആളുകൾ ആരൊക്കെ എന്നതിന് ചില മാനദണ്ഡങ്ങൾ വി ഡി സവർക്കർ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ പിതൃഭൂമിയായി കാണണം. മാതൃഭൂമിയൊന്നുമല്ല, പിതൃഭൂമി ആയി കാണണം. ഇന്ത്യയെ പുണ്യഭൂമിയായി കാണണം. ഈ നാടിൻ്റെ പാരമ്പര്യം, ഇവിടെ നടന്നിട്ടുള്ള മുൻകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഇവിടുത്തെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇമാതിരി കാര്യങ്ങളെല്ലാം, ഇതിനെല്ലാം അതിവിശിഷ്ടമായി കാണുകയും ഇതിനെ പുണ്യഭൂമിയായി നമ്മുടെ രാജ്യത്തെ ഈ മണ്ണിനെ കാണുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, ഹിന്ദു ആയിരിക്കുക എന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്തിന്മേൽ അവകാശമില്ല എന്ന് ഒരു കൺസ്ട്രക്ട് ചെയ്തൊരു സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്. അതിന് പശ്ചാത്തലമെന്ന് കരുതി അദ്ദേഹം അതിനുള്ളിൽ വിശദീകരിക്കുന്ന മുഴുവൻ ഐതിഹ്യങ്ങളും കഥകളും പുരാണങ്ങളും ഇത്തരം വിശ്വാസങ്ങളാണ്. ഇതിനെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത്, ഗ്ലോറിഫൈ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടാണ് ആ പുസ്തകം അദ്ദേഹം പൂർത്തീകരിക്കുന്നത്. മഹാത്മാഗാന്ധി അടക്കമുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ, സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ ജാതി മതങ്ങൾക്ക് അതീതമായി ഈ രാജ്യത്ത് ജനതയെ ഒരൊറ്റ ജനതയാക്കി ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന നിലയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്കാലത്താണ് അദ്ദേഹം ഈ രാജ്യത്ത് ഹിന്ദു ദേശീയതയും മുസ്ലിം ദേശീയതയും എന്ന രണ്ട് ദേശീയതയാണ്, ഇതൊരു ദേശീയതയല്ല എന്ന ഒരു സിദ്ധാന്തം ഈ ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, 1947-48 കാലയളവിൽ നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിച്ച ഏറ്റവും വേദനാകരമായ ആ വിഭജനത്തിന്റെ വിത്ത് പാകിയത് വി ഡി സവർക്കറാണ്. ഇന്ത്യയുടെ വിഭജനത്തിന് കാരണക്കാരനായ ഒരു വ്യക്തി ആര് എന്ന ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, വി ഡി സവർക്കർ. ഹിന്ദുത്വ ശക്തികൾ, അതല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ എക്കാലത്തും ഇന്ത്യയെ വിഭജിച്ചതിൻ്റെ കാരണക്കാരായി കോൺഗ്രസിനെ കുറിച്ചാണ് പറയാറുള്ളത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധികാരമോഹമാണ്, ഇങ്ങനെയൊക്കെ അവർ വിശദീകരിക്കാറുണ്ട്. മുസ്ലിം ലീഗ് ആണ് പാകിസ്ഥാൻ വാദം ഉന്നയിച്ച് ഇന്ത്യയെ വിഭജിച്ചത്, ഇത്തരം വാദങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ചരിത്രവിരുദ്ധമാണത്. വി ഡി സവർക്കർ
1937 പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുന്നുണ്ട്. 1937 അദ്ദേഹത്തിന് നിയമം ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥാനം വഹിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. 1921 അദ്ദേഹം ഇന്ത്യൻ ജയിലിലേക്ക്, ആൻഡമാനിൽ നിന്ന് ഇന്ത്യൻ ജയിലിലേക്ക് എത്തുന്നു. 24 അദ്ദേഹം രത്നഗിരി ജില്ലയിൽ മാത്രം, 24 ജയിലിൽ നിന്ന് സ്വതന്ത്രനാക്കി. പിന്നെ വീട്ടുതടങ്കലല്ല, ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല, രത്നഗിരി ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിന്മേൽ, സംഘടനാ പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന വ്യവസ്ഥയിന്മേലാണ് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുന്നത്. ആ വ്യവസ്ഥ കൂടി എടുത്തു കളഞ്ഞുകൊണ്ട് സവർക്കറെ പരിപൂർണമായും സ്വതന്ത്രനാക്കുന്നത് 1936 ഇന്ത്യയിലെ പ്രവിശ്യ ഗവൺമെന്റുകളിലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അന്ന് അക്കാലത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതിനെ തുടർന്ന് പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. 11 പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബോംബെ പ്രസിഡൻസിയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് വി ഡി സവർക്കർക്ക് മേലുള്ള വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ 1936 അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം എടുത്തു കളഞ്ഞ് സ്വതന്ത്രനാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആകുന്നത്. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു ദേശീയതയാണ് എന്ന് നമ്മുടെ രാജ്യത്തെ ദേശീയ നേതാക്കന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ആ പ്രസംഗത്തിൽ പറഞ്ഞത്, ഇന്ത്യയിൽ 2 വിരുദ്ധ രാഷ്ട്രങ്ങൾ അടുത്തടുത്തായി നിലകൊള്ളുന്നു. ഇവ രണ്ടും ചേർന്ന് ഏകരാഷ്ട്രമാകണമെന്നോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിളക്കി ചേർക്കണമെന്നോ ഉള്ള ബാലിശമായ ആഗ്രഹം കൊണ്ട് നടക്കുന്ന നിരവധി രാഷ്ട്രീയക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ 2 ദേശീയ രാഷ്ട്രങ്ങളാണെന്നും അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും പ്രത്യേകം അത് 2 രാഷ്ട്രങ്ങളാണെന്നും ഇതിനെ 2നെ ഒന്നാക്കി മാറ്റി ചേർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ബാലിശമായ ആ താല്പര്യവും കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അത് മഹാത്മാഗാന്ധിയും കോൺഗ്രസും അടക്കമുള്ള നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഉദ്ദേശശുദ്ധി കൊണ്ടാണെങ്കിലും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതല്ല. അതുകൊണ്ടാണ് അവർ വർഗീയ ചേരുതിരിവുകളിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവ പരിഹരിക്കുന്നതിനായി വർഗീയ സംഘടനകളെ തന്നെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും മതപരവും ദേശീയപരവുമായ ശത്രുതയിൽ നിന്നും ഉരുത്തിരിയപ്പെട്ടതാണെന്ന വസ്തുത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോഗം അഭിപ്രായ വ്യത്യാസങ്ങൾ അടിവേരുകളോളം എത്തി നിൽക്കുന്ന 2 വിഭാഗങ്ങൾ എന്ന ഒരു പ്രയോഗമാണ് നടത്തുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത വിധത്തിലുള്ള സാംസ്കാരികമായ ഭിന്നതയുള്ള വിഭാഗങ്ങളാണെന്നും ഈ 2 വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണെന്നും ആണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത്. ഇന്ത്യയെ ഇന്ന് ഏകദാനമായ ഒരു രാഷ്ട്രമാണെന്ന് കരുതാനാവില്ല. മറിച്ച് ഇന്ത്യയിൽ ഹിന്ദുക്കളുടേതും മുസ്ലിങ്ങളുടേതുമായ 2 രാഷ്ട്രങ്ങളുണ്ട്. ഈ ദ്വിരാഷ്ട്രവാദം, ഇന്ത്യ 2 രാഷ്ട്രമാണ് എന്ന ഈ ദുരാഷ്ട്രവാദം അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യം ഉന്നയിക്കുന്നത് 1923 ഹിന്ദുത്വ എന്ന പുസ്തകത്തിൻ്റെ രചനയിലൂടെയാണ്. അതേ കാര്യം തന്നെയാണ് പിന്നീട് RSS എന്ന സംഘടന അവരുടെ ഒരു പ്രത്യയശാസ്ത്രമായി, ഒരു ആദർശമായി സ്വീകരിച്ചത് ഹിന്ദുത്വയാണ്. ആ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അത് ഗോൾവൽക്കറുടെ രചനകളിലും പ്രസംഗങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ കാര്യം തന്നെയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 1937 വി ഡി സവർക്കർ ഹിന്ദു മഹാസഭയുടെ സമ്മേളന സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ, ഇന്ത്യ 2 രാഷ്ട്രമാണ്, ഇതൊരിക്കലും ഒരുമിച്ച് പോയില്ല എന്ന നിലയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ, അക്കാലം വരെയും മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഞങ്ങൾക്ക് സ്വന്തമായി വേറെ രാഷ്ട്രം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. 1933 ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒരു പുസ്തകം എഴുതുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന വാദമാണ് അവതരിപ്പിക്കുന്നത്. ആ ചൗധരി റഹ്മത്ത് അലിയുടെ ആ വാദത്തോട് മുഹമ്മദ് അലി ജിന്ന അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കന്മാരും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആ അഭിപ്രായത്തെ അവർ സ്വീകരിക്കുന്നില്ല. 1940 നടന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമ്മേളനത്തിൽ പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിനൊരു ന്യായമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് വി ഡി സവർക്കർ മുന്നോട്ട് വെച്ച ഈ വാദങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുമിച്ച് ഒരു ജനത മുന്നോട്ട് പോകണം, ഹിന്ദു എന്നും മുസ്ലിം എന്നും ഭേദമില്ലാതെ ഒരൊറ്റ രാഷ്ട്രമായി ഇന്ത്യൻ ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ ദേശീയ നേതാക്കന്മാർ ശ്രമിക്കുമ്പോൾ, അത്തരമൊരു ജനങ്ങളുടെ ഐക്യത്തിൻ്റെ വേദിയായി ദേശീയ പ്രക്ഷോഭം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കത്തക്കതിൽ, അതിൻ്റെ പിളർപ്പുണ്ടാകത്തക്ക വിധത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന വളരെ വിനാശകരമായ ഒരു വർഗീയ ആശയം അവതരിപ്പിച്ച് അങ്ങേയറ്റം അന്നത്തെ ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ ഏറ്റവും അപകടകരമായ ഒരു ആശയം അവതരിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ സവർക്കർ ചെയ്തത്. ആ പ്രവർത്തനം ഫലം കണ്ടു തുടങ്ങിയാണ് 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വേണം എന്ന ഒരു വാദം, ഞങ്ങൾക്ക് സ്വതന്ത്രമായി മുസ്ലിം രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വാദം അവതരിപ്പിക്കുന്നതിനോട് വി ഡി സവർക്കർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. വളരെ വിചിത്രമാണ്. മുസ്ലിങ്ങൾക്ക് സ്വന്തമായ രാഷ്ട്രം വേണം എന്ന വാദത്തോട്, അത് സ്വതന്ത്രമായ രാഷ്ട്രം വേണമെന്ന വാദത്തോട് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. അത് പ്രകടിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ,
മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം അനുവദിച്ചു കൊടുത്താൽ അതിൻ്റെ സ്വാഭാവിക യുക്തി അനുസരിച്ച് തന്നെ ഹിന്ദുക്കൾക്ക് പ്രത്യേക രാഷ്ട്രം എന്നത് അംഗീകരിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു യുക്തി അതിനകത്തുണ്ട് എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം എന്ന വാദത്തോടും അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അതേ തുടർന്നൊരിടത്ത് പറയുന്നുണ്ട്. ജിന്നയുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തോട് എനിക്ക് യാതൊരു തർക്കവുമില്ല. ഹിന്ദുക്കളായ നമ്മൾ സ്വയം ഒരു രാഷ്ട്രമാണ്. അതൊരു ചരിത്ര വസ്തുതയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണ്. 1943 ഓഗസ്റ്റ് 15 അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലാണ്, നാഗപ്പൂരിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ വിഘടനവാദം ഈ രാജ്യത്തെ പിളർത്തുക എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ ദേശദ്രോഹകരമായ ഒരു നിലപാടും പ്രവർത്തനവുമാണ് സവർക്കർ നടത്തിയത്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയോളവും ഒരുപക്ഷെ അതിലുമേറെ ഉയരം, സുഭാഷ് ചന്ദ്രബോസിനേക്കാളൊക്കെ ഉയരെ പ്രതിഷ്ഠിക്കേണ്ട ഒരു ദേശീയ നേതാവാണ് വി ഡി സവർക്കർ എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ, പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ചിത്രം അവതരിപ്പിക്കുമ്പോൾ നമ്മളിത് കാണാതിരിക്കരുത്. ഈ വിധത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവെന്നതുപോലെ ഈ രാജ്യത്ത് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയുടെ വിഷവിത്ത് ആദ്യം പാകിയത് വി ഡി സവർക്കറാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് സവർക്കറെ ദേശീയ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ മാതൃകയാക്കാൻ തീരുമാനിക്കുന്നവർ യഥാർത്ഥത്തിൽ ഏത് ആദർശത്തെയാണ് പിൻപറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ബദൽ മാതൃക ഇന്ത്യയുടെ ചരിത്രപരമായ യഥാർത്ഥ ദേശീയതയെ തകർത്തുകൊണ്ടുള്ള ഒരു പുതിയ ദേശീയ സങ്കല്പം നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച് മതദേശീയത എന്ന പേരിൽ നമ്മുടെ ദേശീയതയെ വികലമായി അവതരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അപകടകരമായ ഒരു ആശയത്തെ പിൻപറ്റുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിനാണ് വി ഡി സവർക്കറെ പോലെയുള്ള ഒരു നേതാവിനെ ഗാന്ധിജിക്ക് മുകളിലുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കുന്നതിലൂടെ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത്. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ ഒരു സംഗതി പലർക്കും അറിയാത്ത ഒരു ചരിത്രമാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ നേതാക്കന്മാരോട് ആലോചിക്കാതെ, ഗാന്ധി അടക്കമുള്ള ഇന്ത്യൻ നേതാക്കന്മാരോട്, പ്രവിശ്യ ഗവൺമെന്റുകളോട് ആലോചിക്കാതെ ഇന്ത്യയും ബ്രിട്ടീഷ് ഗവൺമെന്റിനോടൊപ്പം യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ത്യയിലെ പ്രവിശ്യ ഗവൺമെന്റുകളിൽ നിന്ന് രാജിവെക്കും. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിൽ കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവിശ്യ അധികാര സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ച് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ച് പുറത്തു വരികയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് വിയോജിച്ചുകൊണ്ട്. അത് വളരെ വിശദമായ എന്ന് പറഞ്ഞാൽ അതിനുശേഷം 39 ശേഷം 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നതിൻ്റെ ഒരു കൃത്യമായ ചരിത്രം രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. 1914 മുതൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ കോൺഗ്രസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്തുണയ്ക്കുകയാണ്. പക്ഷെ അത്തരമൊരു നിലപാട് കോൺഗ്രസ് എടുക്കാത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ കോൺഗ്രസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നതുകൊണ്ടാണ്. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കാനാണെങ്കിൽ ആ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റ് നൽകണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കേണ്ട സന്ദർഭമായാണ് ആ യുദ്ധ സാഹചര്യത്തെ മഹാത്മജി അടക്കമുള്ള ആളുകൾ പിന്നീട് കണ്ടത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പ്രവിശ്യ ഗവൺമെന്റുകളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ച് അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക്, ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് വി ഡി സവർക്കർ അന്നത്തെ വൈസ്രോയി ലിന്ദിത് ഗോ പ്രഭുവിനെ പോയി കാണുകയാണ്. അങ്ങനെ വൈസ്രോയിയുമായി അദ്ദേഹം നേരിട്ട് കണ്ട് ചർച്ച നടത്തി ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ ഹിന്ദുക്കളുടെ പിന്തുണ എന്ന നിലയിലാണ് ആ പിന്തുണ അദ്ദേഹം ഉറപ്പ് നൽകുന്നത്. അങ്ങനെ നൽകിയെന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ചു പോയ പ്രവിശ്യകളിലെ ഭരണാധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കുവാൻ ഇവർക്ക് അവസരം നൽകണം എന്ന ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ധാരണയിലുണ്ടായി. ധാരണയിലെത്തിയതിന് ശേഷം മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ചേർന്നുകൊണ്ട് ബംഗാളിലും സിന്ധിലും ഗവൺമെന്റുകൾ രൂപീകരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഉന്നയിച്ചതിന് ശേഷവും മുസ്ലിം ലീഗുമായി സഹകരിച്ചുകൊണ്ട് വി ഡി സവർക്കറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഹിന്ദു മഹാസഭ ബംഗാളിൽ അന്ന് ഫസൽ ഉൽ ഹക്ക് മുഖ്യമന്ത്രിയും ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭയുടെ വലിയ നേതാവും ശ്യാമപ്രസാദ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുമായിരുന്നു. അങ്ങനെ ആ മന്ത്രിസഭ സുഗമമായി മുന്നോട്ട് ഭരണം കൊണ്ടുപോയി. സിന്ധിലും അതേപോലെ തന്നെ, സിന്ധ് പ്രവിശ്യയിൽ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ചേർന്നുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കി. മറ്റ് പല പ്രവിശ്യകളിൽ ചെറിയ നീക്കങ്ങൾ നടക്കുകയും ചില മന്ത്രിസഭകളിൽ ഹിന്ദു മഹാസഭ അംഗങ്ങളായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് വിഭജനവാദം ഉന്നയിച്ചതിന് ശേഷവും മുസ്ലിം ലീഗുമായി സഹകരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ അംഗമായി ഇരുന്നു എന്ന് മാത്രമല്ല, 42 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ശ്യാമപ്രസാദ് മുഖർജി അന്നത്തെ ബംഗാൾ ഗവർണർക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തയ്യാറാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യഥാർത്ഥ രാജ്യസ്നേഹികളെ, അതായത് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ അതിൻ്റെ മുൻകാല ചരിത്രത്തിൽ നിന്നെല്ലാം ഭിന്നമായി ഏറ്റവും ശക്തമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ച ഒരു കാലഘട്ടമാണ്.
ഇന്ത്യ ഒന്നാകെ, ഹിന്ദു മഹാസഭയും ഈ പറയുന്ന മുസ്ലിം ലീഗും ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി കടന്നു വന്ന ഒരു കാലഘട്ടമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലഘട്ടം. ആ സമരത്തിന്റെ സമയത്ത് ഒറ്റക്കൊടുത്ത സമരത്തിൽ നിന്ന് മാറി നിന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയി ജപ്പാനുമായി സഹകരിച്ച് പ്രവാസി ഗവൺമെന്റ് രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് സൈനികമായി മാർച്ച് ചെയ്ത് വന്ന് ഇന്ത്യയെ പിടിച്ചെടുത്ത് ഇന്ത്യയെ വിമോചിപ്പിക്കാൻ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തി വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ്. സൈനികമായി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ആ കാലത്ത് വി.ഡി. സവർക്കർ ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളോട് ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സൈന്യത്തിൽ ചേരാനാണ് ആഹ്വാനം ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കര, വ്യോമ, നാവിക സേനകളിൽ അംഗങ്ങളായി ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടുന്ന ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഉപദേശിക്കുക മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ന്യായങ്ങൾ പല ഘട്ടങ്ങളിൽ പലപ്പോഴായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, പല പുസ്തകങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതിനകത്തൊരു തെറ്റുള്ളതായി, ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചതായി അദ്ദേഹം കരുതുന്നതേയില്ല. ഇന്ത്യൻ താല്പര്യങ്ങൾ പൊതുവെ ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്ക് എതിരായതിനാൽ നമ്മൾ ബ്രിട്ടീഷ് സർക്കാരുമായി കൈകോർക്കുന്ന ഏതൊരു നടപടിയും അനിവാര്യമായും കീഴടങ്ങലോ ദേശവിരുദ്ധ പ്രവർത്തനമോ ബ്രിട്ടീഷുകാരുടെ കൈകളിലെ പാവയായി തീരുന്നതോ എന്നതായിരിക്കുമെന്നത് ചിന്തിക്കുന്നതാണ് ഇന്ത്യൻ പൊതുസമൂഹം ശീലിച്ച രാഷ്ട്രീയ വിഡ്ഢിത്തം. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നത് വലിയൊരു തെറ്റാണ് എന്ന് കരുതുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുമാത്രമല്ല, ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു. ഇന്ത്യയിലുള്ള ഹിന്ദു സംഘടനാവാദികൾ തങ്ങളുടെ എല്ലാ ഊർജവും പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കേണ്ടത് ഹിന്ദുക്കളുടെ സൈനികവൽക്കരണ പരിപാടിയിലാണ് എന്നതാണ്. ഇപ്പോൾ നമ്മുടെ തീരത്ത് നേരിട്ടെത്തിയിരിക്കുന്ന യുദ്ധം ഒരേ സമയം ഒരു അപകടവും നമുക്കുള്ള ഒരു അവസരവുമാണ്. അതിനാൽ സൈനികവൽക്കരണ പ്രസ്ഥാനം ശക്തമാക്കേണ്ടത് അനിവാര്യമാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ഹിന്ദു മഹാസഭ എല്ലാ ശാഖകളും സൈന്യത്തിൽ അണിചേരാനായി ഹിന്ദു ജനതയെ ഉണർത്തുന്നതിനായി സജീവമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ വിധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത പല രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും യഥാർത്ഥ ദേശസ്നേഹികൾ നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ജീവൻ മരണ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. മുസ്ലിം ലീഗുമായി സഹകരിച്ചുകൊണ്ട് പ്രവിശ്യകളിൽ ഭരണം കൈയാളുകയും ആ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തണമെന്ന് പറയുകയും ഒപ്പം തന്നെ ഹിന്ദു യുവാക്കൾ എല്ലാവരും ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കണമെന്ന ആഹ്വാനം കൊടുക്കുകയും ചെയ്തത് ആ കാലഘട്ടത്തിലാണ്. ഇത്രയും വഞ്ചനാപരമായ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തിനാണ് വി.ഡി. സവർക്കറും ഹിന്ദു മഹാസഭയും ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്? യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. യുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോളനികൾ വിട്ടുപോകുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധിതരാകും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി അടിച്ചമർത്തി കോൺഗ്രസിനെ തകർത്ത് കഴിഞ്ഞാൽ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒപ്പം നിൽക്കുന്ന ഹിന്ദു മഹാസഭ അവരുടെ കയ്യിലേക്ക് അധികാരം വരാനുള്ള സാധ്യതയുണ്ട്. ഹിന്ദു മഹാസഭയുടെ കയ്യിലേക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ അധികാരം എത്തിച്ചേരാനുള്ള ഒരു സാധ്യത അദ്ദേഹം മുന്നിൽ കാണുകയാണ്. അങ്ങനെ ഒരു സാധ്യത ഉറപ്പാക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ ഒരു കണ്ടീഷനാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം എന്നത്. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേക രാഷ്ട്രം കൊടുക്കുക എന്നത് പരോക്ഷമായി അംഗീകരിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറയുകയും മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ലബ്ധിയുടെ നാളുകളിൽ അതിൻ്റെ അവകാശിയായി, നേരവകാശിയായി ഹിന്ദു മഹാസഭയ്ക്കും വി.ഡി. സവർക്കർക്കും എത്തിച്ചേരാൻ കഴിയും. കോൺഗ്രസ് അതിനോടകം ശിഥിലമാകുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യും എന്ന ഒരു സ്വപ്നവും മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. അങ്ങനെ വളരെ അനായാസം ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ അധികാരം കൈക്കലാക്കുവാനുള്ള വളരെ കുടിലമായ ഒരു കൗശലം ആണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ പ്രവർത്തിച്ചത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് വി.ഡി. സവർക്കർ ലക്ഷ്യമാക്കുന്നത് നമ്മളെല്ലാവരും സങ്കല്പിക്കുന്ന, അല്ലെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ ഭരണകൂടം എന്നതല്ല, ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതല്ല. മറിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുമ്പോൾ മുൻപ് അവർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എന്താണോ സാഹചര്യം, ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ തിരുവിതാംകൂർ C.P. രാമസ്വാമി അയ്യർ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടുന്ന് പിന്മാറുന്ന സമയത്ത് C.P. രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു, ഹിന്ദു രാജ്യമായ തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കും, ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല, ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല, തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനെതിരെയാണ് ഇവിടെ പുന്നപ്രവയലാർ പ്രക്ഷോഭമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായി നിൽക്കുമെന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പഴയ അവസ്ഥ തുടരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പല രാജ്യങ്ങളും അങ്ങനെ നിലപാടെടുത്തിരുന്നു. ഹൈദരാബാദിലെ നൈസാം ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്രമായിരുന്ന പല രാഷ്ട്രങ്ങളും നിലപാടെടുത്തു. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ച് ഇന്ത്യയെ ഒരൊറ്റ രാഷ്ട്രമായി, ഒറ്റ ദേശീയതയായി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള കഠിന ശ്രമങ്ങൾ നടത്തുന്ന ആ കാലത്ത് നാഗ്പൂരിൽ നിന്നും ഒരു ടെലഗ്രാം വരികയാണ് C.P. രാമസ്വാമി അയ്യർക്ക്.
ഇവിടെ CP രാമസ്വാമി അയ്യർക്കെതിരെ അദ്ദേഹത്തിന്റെ ഈ അടമന്റായ നിലപാടിനെതിരായ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് CP രാമസ്വാമി അയ്യർക്ക് ഒരു ടെലഗ്രാം വരുന്നു. ആ ടെലഗ്രാമിൽ പറയുന്നത് 1947 ജൂണിലാണ് ഹൈദരാബാദിലെ മുസ്ലിം ഭരണാധികാരിയായ നൈസാം ഇതിനകം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് മുസ്ലിം സ്റ്റേറ്റുകളും അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ള ഹിന്ദു സ്റ്റേറ്റുകൾക്കും അതിനുള്ള അവകാശമുണ്ട്. തിരുവിതാംകൂർ എന്ന നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള മഹാരാജാവിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ധീരമായ തീരുമാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മഹാസഭ. ആരാണ് പിന്തുണയ്ക്കുന്നത്? VD സവർക്കർ. ടെലഗ്രാം അയച്ചത് VD സവർക്കറാണ്. അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂറായി നിന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരിക്കാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ്. നോക്കുക, ഇന്ത്യയെ ഒന്നാക്കി മാറ്റിയെടുക്കുവാൻ, പ്രാദേശിക നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് ലയിപ്പിച്ച് ഒന്നാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ദേശീയ നേതാക്കന്മാർ പരിശ്രമിക്കുന്ന കാലത്താണ് അതിനെ തുരങ്കം വെക്കുന്ന, നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഇന്ത്യ എന്ന സങ്കല്പത്തെ തുരങ്കം വെക്കുന്ന വലിയൊരു ടോർപ്പിടം ഈ കത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്, ഈ ടെലഗ്രാമിലൂടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, തീർന്നില്ല. ഗോൾവൽക്കറുമായി ചേർന്നുകൊണ്ട് രണ്ടുപേരും കൂടെ കാശ്മീരിൽ ചെന്നു. കാശ്മീരിലെ ഹരിസിംഗ് രാജാവിനെ നേരിട്ട് കാണുകയാണ്. അവിടെ ഒരാഴ്ച താമസിക്കുന്നുണ്ട്. രണ്ടുപേരും പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരിക്കാൻ. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് താല്പര്യമുണ്ടായിരുന്ന ആളായിരുന്നു കാശ്മീർ രാജാവ്. അദ്ദേഹത്തിന്റെ താല്പര്യത്തെ തുടർന്നാണ് ഇന്ത്യൻ യൂണിയനിൽ ആ കാലത്ത് കാശ്മീരിൽ ചേരാൻ തീരുമാനിച്ചത്. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ ചേരരുത് എന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്. ആ ചർച്ചയിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ആവശ്യമാണെങ്കിൽ നേപ്പാളിൽ നിന്ന് ഏതാനും ദളം സൈന്യത്തെ ഇറക്കുമതി ചെയ്തുകൊണ്ടായാലും ശരി, ഹിന്ദു രാഷ്ട്രമായ ഈ കാശ്മീരിനെ സംരക്ഷിച്ച് നിലനിർത്താൻ നമ്മൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുമ്പോൾ ഇന്ത്യൻ സൈന്യത്തോട് പൊരുതിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള, ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള കാശ്മീരിൻ്റെ അവകാശത്തിന് വേണ്ടി നേപ്പാളിൻ്റെ സഹായത്തോടുകൂടി യുദ്ധം ചെയ്യണം എന്നുവരെയാണ് പറയുന്നത്. ആ വിധത്തിൽ നമ്മുടെ ദേശീയ രാഷ്ട്രം രൂപപ്പെടുന്നതിന് വളരെയേറെ അപകടം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് VD സവർക്കർ ചെയ്തത്. അത് ഞാനിപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗം മാത്രമല്ല, തുടക്കം മുതൽ നമ്മൾ നോക്കുക. ഹിന്ദുത്വ എന്ന പുസ്തകത്തിൻ്റെ രചനയിലൂടെ അങ്ങനൊരു ആശയം അവതരിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിമായും ക്രിസ്ത്യാനി എന്ന നിലയിൽ, പല മതക്കാരെന്ന നിലയിൽ, ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ആളുകൾ എന്ന നിലയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറ്റവും കടുത്ത പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, ആ പോരാട്ടത്തോടൊപ്പം ചേരാതെ ബ്രിട്ടീഷ് പക്ഷത്ത് നിന്ന് ആ സമരത്തെ അടിച്ചമർത്താനും ഒപ്പം തന്നെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ പോയി ചത്തൊടുങ്ങാൻ ഇന്ത്യൻ യുവാക്കളോട് പറയുകയും ചെയ്യുന്ന തരത്തിൽ അവരെ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിച്ച നടപടി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുന്ന നിലപാട്. അതിനുശേഷം സ്വതന്ത്ര ഭാരതം രൂപീകരിക്കാൻ ഒറ്റ സ്റ്റേറ്റാക്കി മാറ്റിയെടുക്കുവാൻ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കാതിരിക്കാൻ, ഇന്ത്യയിൽ ചേരാതിരിക്കാൻ വേണ്ടി തിരുവിതാംകൂറിലും കാശ്മീരിലും ഒക്കെ ചെന്ന് ഈ വിഘടന പ്രവർത്തനം നടത്തി. അങ്ങനെ പല വിധത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനും തടസ്സം നിന്ന ദോഷകരമായ പ്രവർത്തനം ചെയ്ത ഒരാളാണ് അദ്ദേഹം. മാപ്പെഴുതി കൊടുത്തു എന്നതല്ല പ്രശ്നം. അദ്ദേഹം പിൽക്കാലത്ത് 1920 ശേഷം അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ അങ്ങേയറ്റം ദേശദ്രോഹപരമാണ് എന്നതാണ് പ്രശ്നം. ഫ്രീഡം ഫയൽ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളെക്കുറിച്ച്, പോരാളികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഇതുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതും കൂടെ ചേരുന്നതാണ്. അതും കൂടെ മനസ്സിലാക്കി ആ നിലയിൽ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ദൗത്യങ്ങളെക്കുറിച്ച് നമുക്ക് പുതിയ ബോധ്യങ്ങൾ ഉണ്ടാവുന്നത്.